ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും യാക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് സോഷ്യൽ സയൻസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള മിഡീവൽ ഇന്ത്യ കൾച്ചറൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു പാഠത്തിലെ പാർട്ട് 2 ക്ലാസ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ദ മെയിൻ പ്രൊപ്പഗേറ്റേഴ്സ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്, ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരകരായിട്ടുള്ള കബീറിനെ കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ ഗുരുനാനാക്കിനെ കുറിച്ചും ഒക്കെയാണ് ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. കബീർ, ദ പ്രൊപ്പഗേറ്റർ ഓഫ് ഹ്യൂമൻ ഹാർമണി. എന്താണ് ഹ്യൂമൻ ഹാർമണി എന്ന് വെച്ചാൽ മാനവ മൈത്രി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ആളുകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ, മാനവനെന്ന് വെച്ചാൽ നമുക്കറിയാം മനുഷ്യൻ എന്നാണ് അർത്ഥം അല്ലേ, മനുഷ്യർക്കിടയിൽ ഒരു ഒത്തൊരുമ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കബീർ ശ്രമിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ആരാണ് നമുക്ക് നോക്കാം. ഹി ലിവ്ഡ് ഇൻ നോർത്തേൺ ഇന്ത്യ, ദ പ്രസന്റ് ഡേ ഉത്തർപ്രദേശ്, ഇൻ 15th century. 15ാം നൂറ്റാണ്ടിൽ നോർത്ത് ഇന്ത്യയിലെ ഇപ്പോൾ നമ്മുടെ പ്രസന്റ് ഉത്തർപ്രദേശ് എന്ന് പറയുന്ന UP സ്റ്റേറ്റിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇനി അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത് നമുക്ക് നോക്കാം. കബീർ പ്രൊപ്പഗേറ്റഡ് ഈസ് ഐഡിയസ് ത്രൂ സച്ച് ഹൈംസ് നോൺ as ദോഹാസ്. അദ്ദേഹം തൻ്റെ ആശയങ്ങൾ പ്രധാനമായിട്ടും കീർത്തനങ്ങളായിട്ട് എന്ത് ചെയ്തു, ആളുകളിലേക്ക് എത്തിച്ചു. ഹൈംസ് എന്ന് വെച്ചാൽ എന്താണ്, കീർത്തനങ്ങൾ. ഇത് പ്രധാനമായിട്ടും കബീറിൻ്റെ ദോഹകൾ എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. Kabir's dohas were very popular with the masses as he composed his hymns in the language that common people could understand. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൃതികളെല്ലാം തന്നെ ആശയങ്ങളെല്ലാം തന്നെ കൃതികളായിട്ട് അദ്ദേഹം രചിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കബീറിൻ്റെ ദോഹാസിനോട് വളരെയധികം താല്പര്യമുണ്ടായി. കബീർ സ്റ്റുഡ് ഫോർ ഹിന്ദു മുസ്ലിം യൂണിറ്റി ആൻഡ് ബ്രദർഹുഡ്. ഇദ്ദേഹം പ്രധാനമായിട്ടും നിലകൊണ്ടിരുന്നത് ഹിന്ദുക്കളുടെയും മുസ്ലിംസിൻ്റെയും യൂണിറ്റിക്ക് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ അവരുടെ സാഹോദര്യത്തിന് വേണ്ടിയിട്ടുമാണ്. അപ്പോൾ അദ്ദേഹം അതിനെ എക്സാമ്പിളായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹി റിമൈൻഡഡ് ദാറ്റ് ദ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസ് ആർ 2 vessels മെയ്ഡ് ഓഫ് ദി സെയിം സോയിൽ. ഒരേ മണ്ണ് ഉപയോഗിച്ചുകൊണ്ട്, ക്ലേ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിർമ്മിച്ചിട്ടുള്ള 2 പാത്രങ്ങളാണ് ആരൊക്കെ, ഹിന്ദുസും അതോടൊപ്പം തന്നെ മുസ്ലിംസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഒന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, സാഹോദര്യത്തോടു കൂടി ബ്രദർഹുഡ് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല രീതിയിൽ സഹോദരങ്ങളായിട്ട് കഴിയണമെന്നാണ് കബീർ പറഞ്ഞിട്ടുള്ളത്. ഹി ആർഗ്യൂഡ് ദാറ്റ് കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, റിലീജിയസ് റിച്വൽസ്, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ്, ഐഡൽ വർഷിപ്പ് എക്സെട്ര വർ മീനിങ്ലെസ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, കാസ്റ്റ് സിസ്റ്റം അഥവാ ജാതി വ്യവസ്ഥ, അൺടച്ചബിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്, തൊട്ടുകൂടായ്മ, റിലീജിയസ് റിച്വൽസ് എന്ന് വെച്ചാൽ മതപരമായിട്ടുള്ള കർമ്മങ്ങൾ അഥവാ ചടങ്ങുകൾ, പോസ്റ്റ് ഡെത്ത് റൈറ്റ്സ് എന്ന് വെച്ചാൽ മരണാനന്തര ചടങ്ങുകൾ, ഇനി ഐഡൽ വർഷിപ്പ് എന്ന് വെച്ചാലോ വിഗ്രഹാരാധന. ഈ കാര്യങ്ങളെല്ലാം തന്നെ അർത്ഥമില്ലാത്തതാണ് എന്ന് ഉള്ള കാര്യം എന്ത് ചെയ്തു, കബീർ ജനങ്ങളോട് പറയാനായിട്ട് തുടങ്ങി. ആൻഡ് കബീർ ക്രിറ്റിസൈസ്ഡ് ഓൾ കൈൻഡ് ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, റിലീജിയൻ, റേസ്, ലെഗസി, വെൽത്ത് എക്സെട്ര. കബീർ എന്ത് ചെയ്തു, എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളെയും ശക്തമായിട്ട് എതിർത്തു. കാസ്റ്റിൻ്റെ ബേസിലാണെങ്കിലും, ജാതിയുടെ പേരിലും, മതത്തിൻ്റെ പേരിലും, റേസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്കറിയാം വർണ്ണത്തിൻ്റെ പേരിലും, ഇനി അതേപോലെ തന്നെ ലെഗസി, കുടുംബ മഹിമയുടെ പേരിലും, വെൽത്ത് അഥവാ സമ്പത്തിൻ്റെ പേരിലാണെങ്കിൽ കൂടി ആളുകളെ എന്ത് ചെയ്യാൻ പാടില്ല, വേർതിരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം അദ്ദേഹം ശക്തമായിട്ട് പറയുകയുണ്ടായി. ആൻഡ് ആക്ടിവിറ്റീസ് വർ ഇമെൻസ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഭക്തി സൂഫി ഐഡിയാസ്. ഹി റിജക്റ്റഡ് റിലീജിയസ് ട്രഡീഷൻസ് കംപ്ലീറ്റ്ലി. ഹി ഓൾസോ ഇഗ്നോർഡ് ദി എക്സ്റ്റേണൽ റിച്വൽസ് ഓഫ് റിലീജിയൻസ്. കബീർ, who believed in formless God, propagated bhakti as a means of salvation. അപ്പോൾ കബീർ വിശ്വസിച്ചിരുന്നത് പ്രധാനമായിട്ടും ഫോംലെസ് ഗോഡിലാണ്. എന്താ ഫോംലെസ് ഗോഡ് എന്ന് വെച്ചാൽ ദൈവത്തിന് ഒരു പ്രത്യേക രൂപമില്ല, അരൂപിയായിട്ടുള്ള ദൈവത്തിലാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. ആൻഡ് ഹി പ്രൊപ്പഗേറ്റഡ് ഭക്തി ഈസ് എ മീൻസ് ഓഫ് സാൽവേഷൻ. ഭക്തി എന്ന് പറയുന്നത് നമുക്ക് മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് അദ്ദേഹം എന്ത് ചെയ്തു, ആളുകളോട് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇതാണ് കബീറിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കബീറിനെ കുറിച്ച് പഠിച്ചു. അദ്ദേഹം ഏത് സെഞ്ചുറിയിലായിരുന്നു ജീവിച്ചിരുന്നത്, 15ാം നൂറ്റാണ്ടിലാണ്. ഇനി അദ്ദേഹം നോർത്തേൺ ഇന്ത്യയിലെ പ്രസന്റ് ഡേ ഉത്തർപ്രദേശിലായിരുന്നു ജീവിച്ചിരുന്നത്. ഇദ്ദേഹം പ്രധാനമായിട്ടും ഭക്തി സൂഫി ആശയങ്ങൾ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, ആളുകളിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് അദ്ദേഹം പ്രധാനമായിട്ട് ഹൈംസ് അഥവാ കീർത്തനങ്ങളായിട്ടാണ് ആളുകളിലേക്ക് എത്തിച്ചിരുന്നത്. ഇത് ഏത് പേരിൽ അറിയപ്പെട്ടു, ദോഹാസ് എന്ന് പറയുന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി കോമൺ പീപ്പിളിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ, മനസ്സിലാകുന്ന രീതിയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന പ്രാദേശിക ഭാഷകളാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ദോഹാസ് എല്ലാം തന്നെ എഴുതിയിരുന്നത്. ഇനി ഹിന്ദുക്കളും മുസ്ലിമുകളും ഒരേ
മണ്ണുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള 2 വെസൽസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു, ഹിന്ദു മുസ്ലിം യൂണിറ്റിയുടെ പ്രാധാന്യം അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇനി കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി എന്നിവയെല്ലാം തന്നെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തു. യാതൊരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല, അത് കാസ്റ്റ് ആയാലും റിലീജിയൻ്റെ ബേസിലായാലും റേസിൻ്റെ ബേസിലായാലും ലെഗസിയുടെ ബേസിലായാലും പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് ഫോംലെസ് ഗോഡിലാണ്, അരൂപിയായിട്ടുള്ള ദൈവത്തിലാണ്. അതുകൂടാതെ അദ്ദേഹം പറഞ്ഞു ഭക്തി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഇറ്റ് ഈസ് ഫോർ സാൽവേഷൻ, അഥവാ മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് പറയുകയുണ്ടായി. സോ നമ്മളിനി അടുത്തതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത് ഗുരു നാനാക്കിനെ കുറിച്ചാണ്. ഗുരു നാനാക്ക്, ലവ് ആൻഡ് ബ്രദർഹുഡ്. നമുക്ക് നോക്കാം ആരാണ് ഗുരു നാനാക്ക് എന്ന് നമുക്ക് നോക്കാം. ഗുരു നാനാക്ക് വാസ് ബോൺ ഇൻ 15th century ഇൻ ദി വില്ലേജ് ഓഫ് തൽവണ്ടി, നൗ ഇൻ പാകിസ്ഥാൻ, ഇൻ ഷെയ്ഖ്പുര ഇൻ പഞ്ചാബ്. അപ്പോൾ പഞ്ചാബിലുള്ള ഷെയ്ഖ്പുര എന്ന് പറയുന്ന സ്ഥലത്ത് തൽവണ്ടി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് 15ാം നൂറ്റാണ്ടിൽ തന്നെ നമ്മുടെ ഗുരു നാനാക്കും ജനിച്ചിട്ടുള്ളത്. ഇദ്ദേഹം പ്രധാനമായിട്ടും എന്തിനു വേണ്ടിയിട്ടാണ് നിലകൊണ്ടതെന്ന് നമുക്ക് നോക്കാം. ഗുരു നാനാക്ക് അറ്റംപ്റ്റഡ് ടു ഹാർമണൈസ് ദി ഐഡിയാസ് ഓഫ് ഡിഫറെൻറ്റ് റിലീജിയൻസ്. വിവിധ മതങ്ങളുടെ എല്ലാ ആശയങ്ങളെയും അദ്ദേഹം ഒരുമിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിച്ചു. ആൻഡ് സോ ഹി ട്രാവൽഡ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ഇന്ത്യ ടു പ്രൊപ്പഗേറ്റ് ഹിസ് തോട്ട്സ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് അദ്ദേഹം സഞ്ചരിക്കുകയുണ്ടായി. ഗുരു നാനാക്ക് വാസ് എഗെയിൻസ്റ്റ് മീനിങ്ലെസ് റിലീജിയസ് റിച്വൽസ്. അർത്ഥമില്ലാത്ത മതപരമായിട്ടുള്ള ചടങ്ങുകൾക്കെതിരായിരുന്നു ഗുരു നാനാക്ക്. ഹി അറ്റംപ്റ്റഡ് ടു പ്രൊപ്പഗേറ്റ് ദ മെസ്സേജ് ഓഫ് വൺ ഗോഡ്. ഏകദൈവം എന്ന് പറയുന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി, എല്ലാവരിലേക്കും വളർത്താനായിട്ട് തുടങ്ങി. ആൻഡ് ഹി പ്രൊമോട്ടഡ് ദി ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി. സമത്വം വേണം, ബ്രദർഹുഡ് അഥവാ സാഹോദര്യം, ഇന്നടുത്ത് ലവ്, അതേപോലെ റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത എന്നിവയെല്ലാം തന്നെ നമ്മൾ നിലനിർത്തണം എന്നുള്ള ആശയം അദ്ദേഹം മുൻതൂക്കം നൽകി. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വിഗ്രഹാരാധനയും പിൽഗ്രിമേജ് എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം വരുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്ന് വെച്ചാൽ നമ്മുടെ തീർത്ഥാടനം. പിൽഗ്രിമേജ് എന്ന് വെച്ചാൽ എന്താണ്, തീർത്ഥാടനം. അതേപോലെ തന്നെ ഐഡലട്രി എന്ന് വെച്ചാൽ എന്താണ്, വിഗ്രഹാരാധന. ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ശക്തമായിട്ട് എതിർത്തിരുന്നു. ഇദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ഹി എൻകറേജ്ഡ് ടു അബ്സ്റ്റെയിൻ ഫ്രം യൂസിങ് ഇൻടോക്സിക്കൻസ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ആളുകളെ ശക്തമായിട്ട് എന്ത് ചെയ്തു, അത് പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഇദ്ദേഹം ശ്രമിച്ചിരുന്നു. ഇനി ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്ത മറ്റൊരു കാര്യമാണ് കമ്മ്യൂണിറ്റി കിച്ചൺ. അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്, ലങ്കാർ എന്ന് പറയുന്ന പേരിൽ. അദ്ദേഹം ഇതിലൂടെ പറഞ്ഞ കാര്യം, ഹിസ് ഐഡിയാസ് ലേറ്റർ പേവ്ഡ് ദി വേ ഫോർ ദി ഫോർമേഷൻ ഓഫ് സിക്കിസം. ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് സിക്കിസം എന്ന് പറയുന്ന മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ആ ഒരു സാഹചര്യത്തിൽ വിവിധ മതവിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെല്ലാം തന്നെ എന്താണ്, ഇപ്പോൾ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ നല്ല രീതിയിലിരുന്ന് ഭക്ഷണം കഴിക്കുകയും അല്ലാത്ത ആളുകൾ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സിസ്റ്റമായിരുന്നു നമ്മുടെ ആ ഒരു മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്, അല്ലേ? അപ്പോൾ ഈ ഒരു സിസ്റ്റം എല്ലാം മാറിക്കൊണ്ട് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന് പറയുന്ന ആശയം കൊണ്ടുവരുന്നതിലൂടെ എന്ത് ചെയ്യുക, എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്തു, അതിലൂടെ എല്ലാവരെയും ഒരുമിപ്പിക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റ് അദ്ദേഹം കൊണ്ടുവരികയാണ് ചെയ്തത്. ഇപ്പോൾ ഗുരു നാനാക്കിനെ കുറിച്ച് നമ്മളിപ്പോൾ പഠിച്ചു. അദ്ദേഹം എവിടെയായിരുന്നു, 15th century നമ്മുടെ പ്രസന്റ് ഡേ പാകിസ്ഥാനിൽ പഞ്ചാബിലെ ഷെയ്ഖ്പുര എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചിട്ടുള്ളത്. ഇനി അതുകൂടാതെ അദ്ദേഹം പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്താണ്, ഏകദൈവ വിശ്വാസത്തിലെ നമ്മൾ വിശ്വസിക്കണം എന്ന് പറയുന്ന ആശയം അദ്ദേഹം എന്ത് ചെയ്തു, എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിച്ചു. ഇക്വാലിറ്റി, ബ്രദർഹുഡ്, ലവ് തുടങ്ങിയ കാര്യങ്ങൾ വേണം. റിലീജിയസ് ടോളറൻസ്, മതസഹിഷ്ണുത നിലനിർത്തണമെന്ന് അദ്ദേഹം പറഞ്ഞു. കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെയും വിഗ്രഹാരാധനയെയും തീർത്ഥാടന കേന്ദ്രങ്ങളെയും എല്ലാം അദ്ദേഹം എന്ത് ചെയ്തു, ശക്തമായിട്ട് എതിർത്തു. ഇനി അത് കൂടാതെ തന്നെ ഇൻടോക്സിക്കൻസ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ കമ്മ്യൂണിറ്റി കിച്ചൺ അഥവാ ലങ്കാർ എന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഐഡിയാസ് പിന്നീട് സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മുടെ അടുത്ത കോൺസെപ്റ്റാണ് വുമൺ ആൻഡ് ഭക്തി മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ത്രീകളും ഭക്തി പ്രസ്ഥാനവും. സ്ത്രീകൾക്ക് ഭക്തി പ്രസ്ഥാനത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിരുന്നു എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇതിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. വുമൻസ് വെർ ലെസ് റെക്കഗ്നൈസ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഇൻ ദി മിഡീവൽ സൊസൈറ്റി. മധ്യകാല സമൂഹത്തിൽ സ്ത്രീകൾക്ക് തീരെ പ്രാതിനിധ്യമില്ലായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് തിരിഞ്ഞു. ദ കണ്ടീഷൻസ് റിമെയിൻഡ് ദി സെയിം ഇൻ റിലേഷൻ ടു ഫ്രീഡം ആൻഡ് വർഷിപ്പ്. ഇനി അതേപോലെ തന്നെ വർഷിപ്പിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും അവർക്ക് സ്വന്തമായിട്ട് ഇഷ്ടദൈവത്തെ ആരാധിക്കാനായിട്ട് പോലും അവർക്ക് അവസരം ലഭിച്ചിരുന്നില്ല. With the advent of Bhakti movement, many women took to composing and singing hymns and songs to worship the deity of their choice. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തോടു കൂടി തന്നെ
പല സ്ത്രീകളും സ്വന്തമായിട്ട് കമ്പോസ് ചെയ്യാനും സോങ്സ് ഭക്ത കവിതകൾ കമ്പോസ് ചെയ്യാനും അതോടൊപ്പം തന്നെ കീർത്തനങ്ങൾ രചിക്കാനും അവരുടെ ഫേവറേറ്റ് ഡൈറ്റിയെ വർഷിപ്പ് ചെയ്യാനായിട്ടും തുടങ്ങി. ഇനി ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വുമൺ ഭക്തി പോയറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് മീരാബായ്. മീരാബായ് വാസ് എ രാജ്പുത് പ്രിൻസസ് ഹു ലിവ്ഡ് ഇൻ ചിത്തോർ ഇൻ രാജസ്ഥാൻ. രാജസ്ഥാനിലെ ചിത്തോർ എന്ന് പറയുന്ന പ്രദേശത്തുണ്ടായിരുന്ന രജപുത്ര രാജകുമാരിയായിരുന്നു ആര്? നമ്മുടെ മീരാബായ് എന്ന് പറയുന്നത്. അപ്പോൾ മീരാബായിയുടെ കയ്യിലുള്ള എല്ലാ സമ്പത്തും കാര്യങ്ങളും വേർഡ്ലി കംഫേർട്സ് എല്ലാവിധ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൃഷ്ണനോടുള്ള ദൈവഭക്തിയിൽ പിന്നീടുള്ള ജീവിതം നയിക്കുകയാണ് ചെയ്തത്. കൃഷ്ണ ഭജനാസ് കമ്പോസ്ഡ് ബൈ മീരാബായ് ആർ വെരി പോപ്പുലർ. അപ്പോൾ മീരാബായ് ഒരു കൃഷ്ണഭക്തിയായിരുന്നു. കൃഷ്ണ ഭജനാസ് ഒരുപാട് തന്നെ രചിച്ചിട്ടുണ്ട്, അത് വളരെയധികം പ്രസിദ്ധമാണ്. രണ്ടാമത്തെ വ്യക്തിയാണ് കാരക്കൽ അമ്മയാറും അതോടൊപ്പം തന്നെ അണ്ടാളും. ദേ ഫേമസ് ഡിവോട്ട് പോയറ്റസ് ഫ്രം തമിഴ്നാട്. തമിഴ്നാട്ടിൽ നിന്നുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റസ് ആണ് ആര്? നമ്മുടെ കാരക്കൽ അമ്മയാറും അതേപോലെ അണ്ടാളും. കാരക്കൽ അമ്മയാർ എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം നായനാർസ് ആണ്. നായനാർസ് ആരെയായിരുന്നു വിശ്വസിച്ചിരുന്നത്? ശിവഭഗവാനെയാണ് ആരാധിച്ചിരുന്നത്. ഇനി അണ്ടാൾ ആരാണ്? അണ്ടാൾ പ്രധാനമായിട്ട് വിഷ്ണു ഭഗവാനെയാണ് ആരാധിച്ചിരുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്നുള്ള പ്രധാനപ്പെട്ട പോയറ്റസ് ആണ്. ഇനി അടുത്തത് അക്ക മഹാദേവി വാസ് എ പ്രോമിനൻറ്റ് ഫിഗർ ഇൻ വീരശൈവ മൂവ്മെൻറ്റ്. വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനമായിട്ടും നയിച്ചിരുന്ന അഥവാ അതിന് നേതൃത്വം നൽകിയിരുന്ന പ്രധാനപ്പെട്ട ഒരു സ്ത്രീ സാന്നിധ്യമാണ് അക്ക മഹാദേവി എന്ന് പറയുന്നത്. ഷീ ലെഡ് ഡിസ്കഷൻസ് അഗെയിൻസ്റ്റ് സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ ഒപ്രഷൻ ദി വുമൻ ഫേസ്ഡ് ഇൻ ദോസ് ഡേയ്സ്. ആ ഒരു കാലഘട്ടത്തിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ദുരിതങ്ങളെക്കുറിച്ചും സ്പിരിച്വൽ ഒപ്രഷൻ ആത്മീയമായിട്ടുള്ള അടിച്ചമർത്തലുകളെക്കുറിച്ചെല്ലാം തന്നെ ശക്തമായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു. അടുത്തത് ബെഹ്നാബായ് ആൻഡ് സോയറാബായ് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലുള്ള ബെഹ്നാബായും അതോടൊപ്പം തന്നെ സോയറാബായി. ആൻഡ് ലാൽദേദ് ഓഫ് കാശ്മീർ ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദി ഗ്രോത്ത് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു വളർച്ചയിലേക്ക് എന്ത് ചെയ്തു? അവരുടെ കോൺട്രിബ്യൂഷൻസ് നൽകി. അപ്പോൾ നമ്മൾ കണ്ടു വുമൻസ് ആൻഡ് ഭക്തി മൂവ്മെൻറ്റിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ള ആരെക്കുറിച്ചാണ്? മീരാബായ് രാജ്പുത് പ്രിൻസസ് ആണ്. രണ്ടാമത്തേത് കാരക്കൽ അമ്മയാർ ആൻഡ് ആണ്ടാൾ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഫേമസ് പോയറ്റസ് ആണ്. ഇനി അക്ക മഹാദേവി വീരശൈവ മൂവ്മെൻറ്റിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ഒരു സ്ത്രീ സാന്നിധ്യമായിരുന്നു. അടുത്ത ബെഹ്നാബായ് സോയറാബായ് മഹാരാഷ്ട്രയിൽ നിന്നുള്ളത്. പിന്നെ ലാൽദേദ് ഓഫ് കാശ്മീർ. ഇവരെല്ലാം ഭക്തി പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിലേക്ക് കോൺട്രിബ്യൂഷൻസ് നൽകിയവരാണ്. ഇനി ഇതോടുകൂടി നമ്മുടെ ഭക്തി മൂവ്മെൻറ്റ് അവസാനിക്കുകയാണ്. ലാസ്റ്റ് കോൺസെപ്റ്റാണ് ഇമ്പാക്റ്റ് ഓഫ് ഭക്തി മൂവ്മെൻറ്റ്. ഭക്തി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്തെല്ലാമാണ്? ദ എയിം ഓഫ് ഭക്തി മൂവ്മെൻറ്റ് വാസ് ഡെഡിക്കേഷൻ ടു വൺസ് ഫേവറേറ്റ് ഡൈറ്റി ത്രൂ മ്യൂസിക് ആൻഡ് ഡിവോഷൻ. ഇഷ്ടദൈവത്തിലേക്കുള്ള പൂർണ്ണമായിട്ടുള്ള ഡെഡിക്കേഷൻ, ആത്മസമർപ്പണത്തെയാണ് ഭക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി ഭക്തി മൂവ്മെൻറ്റ്, മോസ്റ്റ് ഓഫ് ദി ഭക്തി പോയറ്റ്സ് ഇൻ ദി ഭക്തി മൂവ്മെൻറ്റ് വേർ ഫ്രം ദി സോ കോൾഡ് മാർജിനലൈസ്ഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. എല്ലാവരാലും മാറ്റി നിർത്തപ്പെട്ട, മാർജിനലൈസ് ചെയ്യപ്പെട്ട, താഴ്ന്ന ജാതിക്കാരെന്ന് അധിക്ഷേപിച്ചിട്ടുള്ള ആ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ആളുകളായിരുന്നു ഭൂരിഭാഗം ഭക്തി കവികളും എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദി ക്വസ്റ്റ്യൻ ദി കാസ്റ്റ് സിസ്റ്റം ആൻഡ് ദി പ്രിവിലേജസ് എൻജോയ്ഡ് ബൈ ബ്രാഹ്മിൻസ്. ഇവർ ജാതി വ്യവസ്ഥയെ ശക്തമായിട്ട് ചോദ്യം ചെയ്യുകയും ബ്രാഹ്മിൻസ് അനുഭവിച്ചുകൊണ്ടിരുന്ന പദവികളെല്ലാം തന്നെ എതിർക്കുകയും ചെയ്തു. ആസ് എ റിസൾട്ട് ഇതിൻ്റെ ഭാഗമായി എന്ത് സംഭവിച്ചു? സോഷ്യൽ ഇക്വാലിറ്റി ബിഗൻ ടു എമേർജ്. സാമൂഹിക സമത്വം എന്ന് പറയുന്ന ആശയം അവിടെ വളരാനായിട്ട് തുടങ്ങി. അനുഭവ മണ്ഡപത്തിൽ സ്ത്രീകളെല്ലാം തന്നെ ഡിസ്കഷനിൽ ഏർപ്പെടാനായിട്ട് തുടങ്ങി. ആൻഡ് ദർ ഒപ്പീനിയൻ ഗെയിൻഡ് റെക്കഗ്നിഷൻ ആൻഡ് മെയ്ഡ് ദം തിങ്ക് അബൌട്ട് ദി ഐഡിയ ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. അവരുടെ ഒപ്പീനിയൻസും അഭിപ്രായങ്ങളും എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി? പ്രാധാന്യം വന്നു തുടങ്ങി. ഇതിലൂടെ അവർ ഏത് ആശയം മനസ്സിലാക്കി? മെൻ ആൻഡ് വുമൺ ഇവർക്കിടയിലുള്ള ഒരു ഇക്വാലിറ്റി, സമത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞു. ദി ഭക്തി മൂവ്മെൻറ്റ് വാസ് ഓൾസോ ഏബിൾ ടു എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദി ഗ്രേറ്റ്നെസ് ഓഫ് ഓക്യുപ്പേഷൻ. തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആളുകളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ഭക്തി പ്രസ്ഥാനം സഹായിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ ഇതോടുകൂടി ഈ ഒരു കോൺസെപ്റ്റ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.